വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. KPCC നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് സൂചന. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാജി സ്വീകരിച്ചു. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ കൂടിയായ കോൺഗ്രസ് നേതാവ് TJ ഐസക്കിനെ DCC പ്രസിഡന്റിന്റെ ചുമതല നൽകി. വയനാട്ടിൽ രണ്ട് വിഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ കൊമ്പുകോർക്കുന്നത് സംബന്ധിച്ച് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നേരത്തെ താക്കീത് നൽകിയിരുന്നു. ND അപ്പച്ചന്റെ കീഴിലുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ ചില നിലപാടുകൾക്കെതിരെ IC ബാലകൃഷ്ണൻ MLA പക്ഷത്തിലുള്ള നേതാക്കൾ രംഗത്ത് വന്നത് വയനാട്ടിൽ കോൺഗ്രസിനെ സംഘടനാ തലത്തിൽ ക്ഷീണമുണ്ടാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് DCC പുനർസംഘടനയ്ക്ക് മുന്നോടിയായി തന്നെ വയനാട് DCC പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞത്. ജില്ലയിലെ സംഘടനയിൽ വിഭാഗീയതയും തർക്കങ്ങളും മുറുകുന്നതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ KPCCയോട് നിർദ്ദേശിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന വയനാട്ടിലെ കോൺഗ്രസിലുണ്ടാകുന്ന പിണക്കങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിലെ അതൃപ്തിയും കേന്ദ്ര നേതാക്കൾ KPCC നേതൃത്വത്തോട് സൂചിപ്പിച്ചിരുന്നു. അടുത്തിടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല സന്ദർശനത്തിനിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും DCC നേതാക്കളോട് ഇത്തരത്തിൽ സംഘടനയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. ഒന്നും ചേട്ടന്റെ തീരുമാനമാണോ അതോ ആരെങ്കിലും നിർദ്ദേശിച്ച പ്രകാരം? ഞാൻ പറഞ്ഞില്ലേ, അവർ KPCC നേതൃത്വം വ്യക്തമാക്കട്ടെ എന്താന്നുള്ള കാര്യം. അവർ പറയട്ടെ, അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഞാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതന്നെ, വേറൊന്നുമല്ല. ഇവിടുന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. ഇന്നലെ നടന്ന ചർച്ചയിൽ ഇത് വിഷയമായിരുന്നു. ഇന്നലെ മുള്ളക്കൊല്ലി വിഷയം മാത്രമല്ലേ ചർച്ച ചെയ്തിട്ടുള്ളൂ. പരിഹരിച്ച എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ ചേട്ടാ, അങ്ങനെ രാജി എന്നുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താ? അതിനൊരു കാരണം ഉണ്ടാവില്ല. അപ്പൊ ചേട്ടാ, എന്താണ് കാരണം രാജി എന്നുള്ള തരത്തിലേക്ക് പോകാൻ? ഞാൻ രാജി സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നല്ലാതെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ KPCC നേതൃത്വം തീരുമാനിക്കട്ടെ, ഞാൻ തുടരണേ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. നാളെ KPCC പറയാണ് അയാൾ പൊക്കോ, നിങ്ങൾ ഒഴിവായിക്കോളാം പറഞ്ഞ ഞാൻ ഒഴിവാകും, അത്രേ ഉള്ളൂ. രാജ്യസന്നദ്ധത അറിയിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതൊരു രാഷ്ട്രീയമല്ല, അത് പുറത്ത് പറയാൻ പറ്റില്ല. നേരത്തെ അപ്പച്ചേട്ടൻ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അപ്പച്ചേട്ടൻ പറഞ്ഞത് നേരത്തെ KPCCക്ക് മുമ്പ് അത് രാജ്യസന്നദ്ധ അറിയിച്ചു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് യോഗത്തിലൊക്കെ. അതെ, അത് അതിന് തുടർച്ചയായിട്ടാണോ അതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അവസാന അതിപ്പോ അങ്ങനെ ഒരു വാർത്ത വന്നല്ലോ. ഞാനിപ്പോ ചാനലിൽ വന്ന വാർത്തയെ കണ്ടിട്ടുള്ളൂ. വേറെ രാജി അംഗീകരിച്ചിരിക്കുന്നു. എന്നോട് നേതാക്കന്മാരായിരുന്നു പറഞ്ഞില്ല രാജി അംഗീകരിച്ചെന്നോ അല്ലെ രാജി വെക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നോ ഒന്നും ഒരു കാര്യം നേതാക്കന്മാരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ KPCC പ്രസിഡന്റ് പറഞ്ഞത് താങ്കൾ ഇന്നലെ കത്ത് തന്നിരുന്നു, അത് അംഗീകരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, കത്ത് തന്ന പ്രകാരം അങ്ങനെ ഒഴിവാകാൻ പറഞ്ഞാൽ നാളെ ഒഴിവാകില്ല. എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അങ്ങ് സംതൃപ്തരാണോ ഈ വിഷയത്തിൽ? ഈ രാജി ഇപ്പോൾ വെക്കേണ്ടി വന്നല്ലേ? ഈ രാജിവെക്കുന്ന സ്വന്തം മനസ്സോടെ അതൊക്കെ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നേതൃത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതല്ലേ. നേതൃത്വത്തോടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം തീരുമാനിക്കട്ടെ, നാളെ ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞാൽ ഒഴിവാകും. ഇത്രയും ദീർഘകാലം ഒരു പ്രവർത്തന പരിചയമുള്ള ആളാണ്. 10 വർഷം തുടർച്ചയായിട്ട്, അതിനുശേഷം 4 വർഷം തുടർച്ചയായിട്ട്. 10 വർഷമല്ല, 12 വർഷം ഇലക്ടഡ് DC പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ. ഇപ്പൊ 4 വർഷം 1 മാസം 2 മാസമായി ഇപ്പം രണ്ടാമത് വന്നിട്ട്. പക്ഷെ ഇങ്ങനൊരു ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു രാജി എന്നുള്ള തരത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെന്താണ് ചേട്ടാ? അതെനിക്കറിയില്ല. KPCC ചോദിക്കുന്ന കാര്യം. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അങ്ങ് നൽകിയ ഒരു പരാമർശം ഒരു പ്രശ്നത്തിലേക്ക് വന്നിരുന്നു. അതിന് ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ എന്തൊരു സാഹചര്യം ഉണ്ടായോ? എന്റെ ശ്രദ്ധപ്പെട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം. ഞാൻ അതിനുശേഷം ഹിന്ദു പത്രത്തിന്റെ ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അവരിവിടെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതും അവരുടെ വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായി ചർച്ച ചെയ്യുകയും ഓരോ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെയും ബന്ധപ്പെട്ട കാർഷിക മേഖലയിൽപ്പെട്ട ആളുകളൊക്കെ കണ്ടവർ സംസാരിച്ചു. അവർക്ക് വളരെ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരു തീരുമാനം എടുത്ത് അവർ പോയി. അതിൽ ഏറ്റവും നന്നായി അവർ പെർഫോം ചെയ്തു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പ്രിയങ്ക ഗാന്ധി അങ്ങേ കാണാൻ സംബന്ധിച്ച് കുറെ വാർത്തകൾ വന്നിരുന്നല്ലോ, അത് അങ്ങ് നിഷേധിക്കുകയും ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടോ? ഇപ്പൊ കാണുന്ന വാർത്ത പോലെ ഞാൻ പ്രിയങ്ക ഗാന്ധിനെ ഞാൻ കാണുന്നതിന് എനിക്ക് നിരോധനം ഉണ്ടായിട്ടില്ല. ആരും എന്നെ നിഷേധിച്ചിട്ടുമില്ല. ഞാൻ അങ്ങേര് 12-ാം തീയതി രാത്രിയാണ് വരുന്നത്. 12-ാം തീയതി രാവിലെ അവരെ പോയി റിസീവ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. എന്നെ DC പ്രസിഡന്റ് നൽകിയാൽ ചെയ്യേണ്ട ചുമതലയാണ്. റിസീവ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് പോന്നു. അതിനുശേഷം KPCC മീറ്റിങ്ങിന് പോയി തിരിച്ചു വന്ന് 17-ാം തീയതി
ഇവിടെ എത്തി രാവിലെ വരെ പിന്നെയും ഞാൻ പോയി കണ്ടു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്നോട് അവർ പറഞ്ഞിട്ടില്ല. ഞാനും ഒരായിട്ട് അഭിപ്രായ ഒരു കാര്യത്തിലോട്ടില്ല ആരും. തുടരാൻ അങ്ങ് ആഗ്രഹിച്ചിരുന്നോ? തുടരാൻ അങ്ങ് ആഗ്രഹിച്ചിരുന്നോ DCC പദവി? ഇല്ല, എനിക്ക് അങ്ങനത്തെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഇനി താൻ തീരുമാനിക്കുന്നിടം വരെ DCC പ്രസിഡന്റായി തുടരുമെന്നായിരുന്നു പറഞ്ഞത്. എന്നിപ്പോ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഈ രാജി. നേരത്തെ സന്നദ്ധയെ അറിയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, KPCC മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നായിരുന്നു പറഞ്ഞത്? അതൊക്കെ കുറച്ച് മുമ്പാ പറഞ്ഞത്, മാസങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്. അപ്പൊ ചേട്ടാ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതെ അതെ. അപ്പൊ ചേട്ടാ അന്ന് കഴിഞ്ഞ ദിവസം അപ്പൊ ചേട്ടൻ നേരിൽ കണ്ടപ്പോ പറഞ്ഞ കാര്യം താൻ ആഗ്രഹിക്കുന്ന കാലത്തോളം താൻ DCC പ്രസിഡന്റായി തുടരും. അപ്പൊ ഇപ്പൊ ആഗ്രഹം ഇല്ല എന്നുള്ള ആഗ്രഹം എനിക്ക് അങ്ങനെ നിർബന്ധമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമില്ല.